ഹലോ, അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങ പകുതി നീരും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു 3 സവാളയും ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. സവാള വഴറ്റുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള 3 പച്ചമുളകാണ്. അപ്പോൾ ആവശ്യത്തിന് എരിവനുസരിച്ച് നോക്കാം കേട്ടോ. ഇനി ഇത് നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ്. അത് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഗരം മസാലയും കൂടി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി വേഗം വെന്ത് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, അതും ചൂടുവെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിലാക്കി നമുക്ക് ഇത് ഇളക്കിയെടുക്കാം. നമ്മുടെ മസാല നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട നമ്മുടെ ചിക്കനാണ്. ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോരാത്ത വെള്ളവും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കറി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.